സ്കോർപിയോ ഞാൻ കാണുന്നത് മെയ് മാസത്തിൽ ഡെഫിനറ്റ്ലി ചില വലിയ ചേഞ്ചസ് വരുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, എന്തോ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നു, പക്ഷെ കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇത് നിങ്ങളുടെ കൺഫർമേഷൻ ആണ്. അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മെസ്സേജിനെ മിസ് ചെയ്യരുത്. സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ ഇത് നോക്കുക. ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഇപ്പോൾ സ്കോർപിയോ എന്താണ് നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ മെസ്സേജിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല എല്ലാം മെസ്സേജസ്. അതല്ലാണ്ട് ഇത് സ്കോർപിയോ സൺ സൈൻ, മൂൺ സൈൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ സ്കോർപിയോ നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, ക്വീൻ ഓഫ് കപ്സ് ഉണ്ട് ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ഒരു വാട്ടർ എനർജിയാണ്, നിങ്ങളുടെ സൈൻ ആയിരിക്കാം, പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ. ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ ബിഗിനിങ് കാണാണ്ട്. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് ആണോ കരിയർ ആണോ അത് നമ്മൾക്ക് നോക്കാം. പക്ഷേ എന്തോ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, കുറേ സ്റ്റേബിലിറ്റി കൊണ്ടുവരണ തുടക്കമാണ് ഇത്. അതല്ലാണ്ട് ഒരു റൊമാൻറ്റിക് എനർജിയും കാണാണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ചിലവർക്ക് രണ്ടും ആവാം. ഓക്കെ, ഒരു പുതിയ ജോലി, ഒരു പുതിയ ബിസിനസ് ആവാം, ആൻഡ് ഒരു പുതിയ റിലേഷൻഷിപ്പും ആവാം. അപ്പോൾ കുറേ ഒരു ഫ്ലോട്ടിങ് എനർജി ഇവിടെ കാണാണ്ട്. പാസ്റ്റിൽ നിങ്ങൾക്ക് കിങ് ഓഫ് കപ്സ് ആണ്, അപ്പോൾ അത് സ്കോർപിയോ എനർജിയാണ്. കുറേ ഇമോഷണൽ ബാലൻസിൻ്റെ എനർജിയാണ്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ആ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ കാണാണ്ട് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആയിട്ട്, ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി കാണാണ്ട് പാസ്റ്റിൽ. ഇതൊരു ഡിവൈൻ കപ്പിൾ ഇവിടെ കാണാണ്ട്, കിങ് ഓഫ് പെൻറ്റിക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാരിഡ് കപ്പിൾ ആവാം. അപ്പോൾ മേ ബി നിങ്ങൾ മീറ്റ് ചെയ്ത പേഴ്സൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സൺ മാരിഡ് ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും മാരിഡ് അല്ല വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു ഡിവൈൻ പെയർ ആയിട്ട് തോന്നി, ലൈക്ക് ഒരു ഇമ്മീഡിയറ്റ് കണക്ഷൻ തോന്നി. ഈ പേഴ്സൻ്റെ ഫീലിംഗ്, ഒരു ഇമ്മീഡിയറ്റ് കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്തു ഈ പേഴ്സൻ്റെ കൂടെ. ആൻഡ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നല്ല ഒരു കമ്പാറ്റബിലിറ്റി അതുമാവാം. അതല്ലാണ്ട് ഞാൻ പറഞ്ഞ മാതിരി മേ ബി ഈ പേഴ്സൺ മാരിഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ക്രഷ്, ഒരു ഇൻഫാച്വേഷൻ ആയിരിക്കാം ഈ പേഴ്സണ് വേണ്ടിയിട്ട്. അപ്പോൾ കറണ്ട് എനർജിയിൽ എന്താണ്? കറണ്ട് എനർജിയിൽ പേജ് സോഡ്സ്. അപ്പോൾ കുറേ ആൾക്കാരെ കാണാണ്ട് നിങ്ങളുടെ എനർജിയിൽ സ്കോർപിയോ. 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ പുറത്തു വരണു. ഗോസിപ്പിൻ്റെ എനർജി കാണാണ്ട്. സൺ. അപ്പോൾ എന്തോ ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ മാസം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങൾക്കിത് അറിയണ്ടായിരുന്നോ അറിയില്ല, ലൈക്ക് ഇവർ മാരിഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നോ എന്ന് അത് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല വെച്ചാൽ അത് ഈ മാസം റിവീൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഈ പേഴ്സണെ കുറിച്ച്. ഈ ഇൻഫർമേഷൻ കിട്ടുന്നത് വേറെ ആളുടെ ത്രൂ ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ പോയിട്ട് എന്തോ കണ്ടു, എന്തോ മനസ്സിലായി, അങ്ങനത്തെ എനർജിയും ആവാം. ഞാൻ കാണുന്നത് എല്ലാം ക്ലിയർ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ മാസം അത് ക്ലിയർ ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ഈ ക്ലാരിറ്റി എന്താണ്? ചാരിയറ്റ്. അപ്പോൾ ഇവിടെ മുമ്പോട്ട് പോണ എനർജി ഉണ്ട്, പക്ഷെ ചാരിയറ്റ് ഒരു ചോയ്സിൻ്റെ എനർജിയുമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാണ്ട് ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണോ വേണ്ടേന്നായിരിക്കും ചോയ്സ് ഉള്ളത്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് എംപ്രസ് ആണ്. 5 ഓഫ് കപ്സ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ന്യൂസ് ഇൻഫർമേഷൻ കിട്ടുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ ന്യൂസ് ആവാം. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ
എവിടെയോ നിങ്ങൾക്കൊരു റിഗ്രറ്റ്, നിങ്ങൾ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് കുറേ വിഷമമാണോ, അത് ഇത് ഇങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ചേഞ്ച് ആയി, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാൻ വേറെ എന്തോ ആണ് വിചാരിച്ചത്, പക്ഷെ ഇത് അതുമാതിരി അല്ല നടക്കണത്. അപ്പോൾ എന്തോ ഒരു പാസ്റ്റിൻ്റെ റിഗ്രറ്റ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ്, വേറെ ഓഫേഴ്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിൽ ഒട്ടും നിങ്ങളുടെ ശ്രദ്ധ ഇല്ല. എന്താ വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ മുകളിലാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ എന്തോ ഈ പേഴ്സൻ്റെ ഒരു സീക്രട്ട് പുറത്ത് വന്നുകൊണ്ട് നിങ്ങളുടെ ആ എന്തോ ഒരു ഇൻട്രസ്റ്റ് മാറി. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ലോസിൻ്റെ ഫീലിംഗ് ആണ് ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ജഗൽ ചെയ്യണു, നിങ്ങൾ എല്ലാം ഇത് വേണോ വേണ്ടേ അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും. കുറേ നെഗറ്റീവ് എനർജീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഉണ്ടാവും. ഈ പേഴ്സൻ്റെ പാർട്ട്ണർ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. അതല്ല ചില വേറെ ഇഷ്യൂസിൻ്റെ കാരണം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ കാണുന്നത് മേല് കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ലവേഴ്സ് ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാനാണ്, ഒരു ചോയ്സ് ഉണ്ടാക്കാനാണ് പറയണ യൂണിവേഴ്സ്. നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണു. അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഇപ്പോൾ ഒരു ചോയ്സ് എടുക്കാനുള്ള സമയമായിരിക്കണു. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ എവിടെയോ നിങ്ങൾ ഒരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇവിടെ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾ ആ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം നിങ്ങളിങ്ങനെ ഒരു അൺഹെൽതി സിറ്റുവേഷനിൽ പെട്ടുപോയി. എന്താണ് ഔട്ട്കം? ഇവിടെ ഔട്ട്കം ഞാൻ കാണുന്നത് 10 ഓഫ് കപ്സ്, ടെമ്പറൻസ്, 10 ഓഫ് സോഡ്സ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്തോ ഒരു ഹാപ്പി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ബ്രേക്കപ്പിൻ്റെ എനർജിയും ഉണ്ട്, ഒരു ബിട്രയലിൻ്റെ എനർജി കാണാണ്ട്. ഓക്കെ, അപ്പോൾ ടെമ്പറൻസ് ഹീലിംഗ് എനർജിയാണ്, ബാലൻസ് വരണ എനർജിയാണ്, പക്ഷെ ഇവിടെ ഒരു ബിട്രയലിൻ്റെ എനർജിയും കാണാണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ്, ഇത് ഒട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത മാതിരിയാണ് ഈ എനർജി. ഓക്കെ, പക്ഷെ ഈ മാസം കുറേ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു വലിയ മാറ്റം, എന്തോ ഒരു എൻഡ് ആവാൻ പോകുന്നുണ്ട്. ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്കിപ്പോൾ ഡിലേ ചെയ്യാൻ പറ്റില്ല സ്കോർപ്പിയോ. ഞാൻ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു തീരുമാനം എടുക്കാണ്ടെന്ന്, പക്ഷെ നിങ്ങളത് ഡിലേ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഈ മാസം നിങ്ങൾക്ക് ആ ഡിലേ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്താ വെച്ചാൽ ഒരു കാര്യം എന്തോ ഒരു റെവലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് വന്നിട്ടുണ്ട്, അബണ്ടൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ നിങ്ങൾക്ക് കുറേ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ മെൻ്റലി പോസിറ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്യും. റിമെയിൻ പോസിറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൈൻസ് കാണുന്നത് അക്വേറിയസ്, ലീബ്ര, ജെമിനായി കുറേ ഉണ്ട്. ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഇതാണ്. ആൻഡ് ലിയോ എനർജി കാണാണ്ട്. സാജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടൊരു റീഡിങ് വേണം വെച്ചാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ചെക്ക് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സ്, പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ റെസൊനേറ്റിന് കമൻസിൽ എഴുതുക. ഞാൻ തിരിച്ചു വരും ഒരു വേറെ റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.